കൊച്ചുകൂടി ഈ ഈ ഒരു വിവാദം ഇങ്ങനെ കത്തിപ്പുകഞ്ഞു നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ഈ കരുവന്നൂർ ഉന്നയിക്കും എന്നൊരു ഏറെക്കുറെ ഒരു ഊഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ കരുവന്നൂർ വിഷയം അദ്ദേഹം ശക്തമായി ഉന്നയിക്കുമ്പോൾ എന്ത് സൂചനയാണ് അദ്ദേഹം നൽകുന്നത്? കോൺഗ്രസിനേക്കാൾ CPM-നെ BJP കേരളത്തിൽ രാഷ്ട്രീയമായി എതിരാളിയായി കാണുന്നു എന്നതാണ്. അല്ല, എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പോലെയുള്ള മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് പ്രധാനമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലാണ്. കാരണം പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ബലമായിട്ടുള്ള ഒരു സംശയമുണ്ടല്ലോ. അതിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ ഇത് വലിയൊരു വാർത്തയാണ്. ഇന്ന് ഇന്ത്യ ടുഡേ ഒരു വലിയൊരു വാർത്തയാണ് ഇങ്ങനെ കരുവന്നൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളത്. കാരണം കേരളത്തിൽ പക്ഷെ നമുക്ക് മനോരമയും മാതൃഭൂമിയും വായിക്കുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ കരുവന്നൂർ വിഷയത്തെക്കുറിച്ചും മാസപ്പടി വിഷയത്തെക്കുറിച്ചും ഒക്കെ നല്ല ഗ്രാഹ്യമുണ്ട്. പക്ഷെ ഇത്രയും നാള് എന്തുകൊണ്ടോ പ്രധാനമന്ത്രി ഈ വിഷയമൊന്നും എന്തുകൊണ്ടോ ഉന്നയിക്കാറില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം മാസപ്പടി വിഷയവും ഉന്നയിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ് ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഈ കരുവന്നൂരിനെ കുറിച്ചും CMR അഴിമതിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിനെ കുറിച്ചും അദ്ദേഹം ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ ഒരു ബലമായിട്ട് സംശയമുള്ള കുറെ ആൾക്കാരുണ്ട്. അതായത് കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ BJP-യും തമ്മിൽ കുറെ ഡീലുകൾ ഉണ്ടെന്ന്. അപ്പൊ അതിനെ ഒന്ന് ആ ഒരു പൊതുവികാരത്തെ ഒന്ന് മാറ്റാൻ തൃശ്ശൂരെ അങ്ങനെ സംശയിക്കുന്ന കുറെ വിഭാഗങ്ങളുടെ വോട്ടുകൾ കിട്ടാനുള്ള ഒരു നേരത്തെ മനു തന്നെ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത് വേറൊരു തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതായത് ഇപ്പോൾ CPM-ഉമായിട്ടുള്ള എന്തെങ്കിലും അന്തർധാര ഉണ്ടെങ്കിൽ ആ അന്തർധാരയെ മറികടക്കാനുള്ള ഒരു കാര്യമായിട്ട്. പക്ഷേ ഇതിന് കൃത്യമായിട്ട് എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടാകുമോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഒരു കാര്യം നോക്കിയാൽ മതി. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ടച്ചങ്കൻ ഇമേജിനെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ദേശീയ നേതൃത്വം BJP-യുടെ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടുണ്ടോ? അത് സ്വർണ്ണക്കടത്തിന്റെ സമയത്താകാം. ലൈഫ് മിഷൻ കേസിൽ അദ്ദേഹം ലൈഫ് മിഷന്റെ ചെയർമാനായിട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമെന്ന് മനോരമയും മാതൃഭൂമിയുടെ കുറെ ദിവസങ്ങൾ പത്രത്തിന്റെ 1-ാം പേജിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഇല്ലല്ലോ. അതിനുശേഷമാണ് പിന്നീട് കരുവന്നൂർ വിഷയവും അതിനും ശേഷമാണ് ഇപ്പൊ മാസപ്പടി വിഷയമൊക്കെ വന്നത്. അദ്ദേഹത്തിന്റെ മകളെ ഇപ്പോ കുറെ ഈ അടുത്ത ദിവസങ്ങളിൽ ചില ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതേതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് കുറച്ചുകൂടി എന്താണ് പൊതുജനത്തിനുള്ള വികാരമെങ്കിലും ആ വിഷയത്തിൽ അവരുടെ ഒരു വികാരം എങ്കിലും പൂർത്തിയാകുന്ന രീതിയിൽ അതിലൊരു ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ? അത് അറസ്റ്റ് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യലെങ്കിലും നടക്കുമോ എന്നുള്ളിടത്താണ് ഈ പ്രധാനമന്ത്രി പറഞ്ഞ ഇന്നത്തെ കാര്യം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് നിൽക്കുമോ അതോ അത് ഒരു വോട്ടായിട്ട് മാറുമോ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നു.